താനൂർ ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം. മരണം 22ആയി. കാണാതായ 8 വയസ്സുകാരനെ കണ്ടെത്തിയത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. അപകടത്തിൽപ്പെട്ട അറ്റ്ലാന്റിക് ബോട്ട് സർവീസ് നടത്തിയത് ചട്ടങ്ങൾ ലംഘിച്ച. അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകളെ കയറ്റി. ആവശ്യത്തിന് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ലെന്നും വിമർശനം. ബോട്ടുടമ നാസറിനെതിരെ നരഹത്യക്ക് കേസ്. നാസറിന്റെ വാഹനവുമായി സഹോദരനും സുഹൃത്തും കൊച്ചിയിൽ പിടിയിൽ. ലൈഫ് മിഷൻ കേസിൽ ജാമ്യം തേടിയുള്ള ശിവശങ്കറിന്റെ ഹർജിയിൽ ഇഡിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. അറസ്റ്റ് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമെന്ന് ശിവശങ്കറിന്റെ വാദം. കോടതി അവധിക്കാലത്തിന് പിരിയുന്നതിന് മുൻപ് ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യം. ഈ മാസം 17-നുള്ളിൽ ഇഡി മറുപടി നൽകണമെന്ന് സുപ്രീം കോടതി. IAS തലപ്പത്ത് അഴിച്ചുപണി. AI ക്യാമറ ഇടപാട് അന്വേഷിക്കുന്ന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സ്ഥാനചലനം. മുഹമ്മദ് ഹനീഷിനെ മാറ്റിയത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലേക്ക്. സുമൻ പിള്ളയ്ക്ക് പകരം ചുമതല. കർണാടകയിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശം ആവേശത്തിലാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസ് റാലികളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും. നാളെ നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് ബുധനാഴ്ച. വ്യോമസേനയുടെ MiG-21 വിമാനം തകർന്ന് 2 പേർ കൊല്ലപ്പെട്ടു. വിമാനം തകർന്നു വീണത് രാജസ്ഥാനിലെ ഹനുമാൻഗഡിൽ. കൊല്ലപ്പെട്ടത് ഗ്രാമവാസികൾ. ഒരാൾക്ക് പരിക്ക്. പൈലറ്റുമാർ സുരക്ഷിതരെന്ന് സൈന്യം. IPL-ൽ ഇന്ന് കൊൽക്കത്ത പഞ്ചാബ് പോരാട്ടം. പ്ലേ ഓഫിലെത്താൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യം. മത്സരം വൈകിട്ട് 7:30 ഈഡൻ ഗാർഡൻസിൽ.